കൊച്ചി പട്ടണത്തിനോട് ചേർന്ന മനോഹരമായ കായലോര ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്നും ഏകദേശം 4 കിലോമീറ്റർ ദൂരം മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ. ഈ കാണുന്നതാണ് ജിഡ, അതായത് ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. കൊച്ചിക്കായലിൻ്റെ വടക്കു ഭാഗത്തായി വ്യാപിച്ചു കിടക്കുന്ന വിവിധ ദ്വീപുകളുടെ സംയോജിത വികസനത്തിനായാണ് ജിഡ മുൻകാലത്ത് രൂപീകരിച്ചിരിക്കുന്നത്. ഈ ഒരു പ്ലേസിലേക്ക് എളുപ്പത്തിൽ എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നും എത്തിപ്പെടാൻ സാധിക്കും. ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഏകദേശം 500 മീറ്റർ മാത്രമാണുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ദൃശ്യമായി വരുന്നത് മനോഹരമായ നഗര കാഴ്ചകളാണ്. ഈ ജംഗ്ഷനിൽ നിന്നാണ് വല്ലാർപാടം, പച്ചാളം എന്നിവിടങ്ങളിലേക്ക് തിരിയുന്നത്. ഞങ്ങൾ പച്ചാളം റൂട്ടിലേക്ക് തിരിയുകയാണ്. കൊച്ചി പട്ടണത്തിൽ നല്ല രീതിയിൽ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്തിരിക്കുന്ന ഒരു വേ ആണിത്. അതുകൊണ്ട് തന്നെ തിരക്കുകളില്ലാതെ വൺ വേ ട്രാഫിക്കിലൂടെ ഇങ്ങനെ വാഹനമോടിച്ചു പോകാൻ നല്ല രസമാണ്. ഇവിടെ മുതൽ വാക്ക് വേ തുടങ്ങുകയാണ്. ഈ റോഡിന് ഒരു വശം അമ്പര ചുംബികളായ ടവറുകളും മറുവശം കായലുമാണ്. കായലിനോട് ചേർന്ന വാക്ക് വേയിൽ ഇടവിട്ട് ചെയറുകൾ നൽകിയിട്ടുണ്ട്. ആകെ കൂടി മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. വാക്ക് വേയിൽ ഉച്ചയ്ക്ക് പോലും തണൽ നൽകാനായി മരങ്ങൾ കാത്തു നിൽക്കുന്നത് കാണാം. ഈ തണലിൽ കായൽ കാറ്റേറ്റ് നിങ്ങൾക്കായുള്ള ഇരിപ്പിടങ്ങളിൽ വിശ്രമിച്ച് പോകാവുന്നതാണ്. കൊച്ചിയിലെ തന്നെ പോഷ് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ കാണണമെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്തിയാൽ മതിയാകും. ഈ കാഴ്ചകളും കായൽക്കാറ്റും കടൽക്കാറ്റുമൊക്കെ നമ്മളെ ഒന്ന് ഫ്രഷ് ആക്കുമെന്നതിൽ ഉറപ്പുണ്ട്. ഈ ജലാശയ കാഴ്ചകൾ കാണാൻ കൊച്ചിയിൽ ദാരിദ്ര്യമൊന്നുമില്ല. എന്നാലും തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ ജിഡയുടെ ഈ പ്രദേശം വേറിട്ട കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ആരും ഈ സൗകര്യങ്ങൾ മിസ്യൂസ് ചെയ്യരുത്. ഇവിടം പൂർണ്ണമായും ക്യാമറ നിരീക്ഷണത്തിൽ തന്നെയാണ്. നമ്മൾ ജിഡ ബിൽഡിങ്ങിന് അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു ടേണിങ്ങിൽ കായലോരത്ത് പ്രത്യേക ആകൃതിയിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ജിഡയുടെ ഈ ടേണിങ്ങിൽ നിന്നുകൊണ്ട് കണ്ണോടിച്ചാൽ പുതിയതും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നിങ്ങൾക്ക് കാണാനാകും. വളരെ നല്ല ഒരു ആംബിയൻസാണ് ഇവിടെ എത്തിയാൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വിശ്രമത്തിനായി ആളുകൾ എത്തുന്നത്. അതേപോലെ തന്നെ നഗര തിരക്കിൽ നിന്നും ഒഴിഞ്ഞ നഗരത്തിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് ഇവിടം. ഇനി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ ജലാശയ കാഴ്ചകൾ, കായൽ കാഴ്ചകൾ ഒന്ന് കാണാം. ബോട്ട്, വഞ്ചി എന്നിവ പലപ്പോഴും നമുക്കിവിടെ കാണാൻ കിട്ടും. അതേപോലെ കൊച്ചിയുടെ മുഖമുദ്രയായ ചീനവല എല്ലാം ഇവിടെ ഈ വിശ്രമത്തിനിടെ നമുക്ക് കാണാം. നല്ലൊരു വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഈ കാറ്റും മരത്തണലും സുഖമായി ഇരിക്കാൻ കസേരകളും ഉള്ളപ്പോൾ ഇവിടെ ഒന്ന് വിശ്രമിച്ചിരുന്നു പോകും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങകലെ കാഴ്ചകളുടെ എഡ്ജിൽ കാണുന്നത് ഇടപ്പള്ളിയെ വല്ലാർപാടം ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന 4.62 കിലോമീറ്ററോളം നീളത്തിലുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളത്തിലുള്ള റെയിൽവേ പാളമാണത്. ഇവിടെ എപ്പോഴും മടുപ്പില്ലാത്ത കാഴ്ചകളാണ് നൽകുന്നത്. വഞ്ചിയും ഈ ജലാശയവും കാറ്റിൽ ഊഞ്ഞാലാടുന്ന എല്ലാം കൊണ്ടും സുഖകരമായ ഒരു അന്തരീക്ഷം തന്നെ. മുൻപ് ഭൂരിഭാഗം ആളുകളും തിരക്കിനിടയിൽ മറൈൻ ഡ്രൈവിലാണ് വൈകുന്നേരങ്ങൾ ചെലവഴിക്കാറുള്ളത്. എന്നാൽ നഗരത്തിരക്കില്ലാതെ ശാന്തമായ ഒരിടം കൊച്ചി പട്ടണത്തിൽ വിശ്രമത്തിനായി നിങ്ങൾ തിരയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്താം. മുഷിപ്പില്ലാതെ സമയം ചെലവഴിച്ച് മടങ്ങാവുന്നതേയുള്ളൂ. ഈ ജലാശയ കാഴ്ചകൾ കണ്ണിന് കുളിർമയേകുമെന്നതിൽ തർക്കമില്ല. കടൽ, കായൽ, ചീനവല എന്നിവയൊക്കെ നമുക്ക് ഒന്ന് നോക്കി നിന്ന് പോകാൻ തോന്നും എല്ലായ്പ്പോഴും. കായൽ കാഴ്ചകളും കടൽ വിശേഷങ്ങളും ഈ കൊച്ചിയിൽ വന്നാൽ കാണാൻ സാധിക്കും എന്നുള്ളത് കൊച്ചിയുടെ തനതായ ഒരു പ്രൗഢി തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ലൈക്കും ചെയ്യുക. ഇനി ലഭ്യമാകുന്ന വിവിധങ്ങളായ ടോപ്പിക്കുകളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഗുഡ് ബൈ.